الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറബി മാസങ്ങളിലെ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഹിജ്റ 11, റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച ദിവസം ഉച്ചക്ക് അല്പം മുൻപായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സമയത്ത് പ്രവാചകന് 63 വയസ്സും 4 ദിവസവുമായിരുന്നു പ്രവാചകന്റെ പ്രായം. മരണപ്പെടുന്നതിന്റെ ഒരു 13-14 ദിവസങ്ങൾക്ക് മുൻപ് ബഖീഅ് ഖബർസ്ഥാനിൽ ഒരു മയ്യത്ത് ഖബറടക്കി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പ്രവാചകനെ ബാധിച്ച ശക്തമായ പനിയും തലവേദനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലേക്ക് എത്തുകയായിരുന്നു. അതിശക്തമായ പനിയും തലവേദനയുമായിരുന്നു ഹബീബിനെ ബാധിച്ചിരുന്നത്. മരണപ്പെടുന്നതിന്റെ ഒരു 5 ദിവസം മുൻപ് ശക്തമായ പനി ബാധിച്ച് പലപ്പോഴായി പ്രവാചകൻ ബോധരഹിതനായി. ബോധം തെളിയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വ്യത്യസ്തങ്ങളായ 7 കിണറുകളിൽ നിന്ന് 7 തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറയുകയും ആ വെള്ളം ചൂടിന്, പനിക്ക് ഒരാശ്വാസം ലഭിക്കാൻ തന്റെ തലയിലൂടെ ഒഴിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 5 ദിവസം മുൻപ് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു മതത്തെക്കുറിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസമാണ് സൂചിപ്പിച്ചത്, ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ശപിക്കപ്പെട്ട വിഭാഗത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് അവർ ശപിക്കപ്പെടാനുണ്ടായ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഖബറുകൾ അവർ സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി. അതുകൊണ്ട് അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ തന്റെ അടുത്തൊരുമിച്ചു കൂടിയ ആളുകളോട് പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി തന്റെ ശരീരത്തെ പ്രവാചകൻ നൽകി. നിങ്ങളോട് ആരെങ്കിലും ഞാൻ സാമ്പത്തികമായി എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടത് ചോദിക്കണം. ആർക്കെങ്കിലും വിഷമമുണ്ടാക്കുന്ന തരത്തിൽ എന്റെ ഭാഗത്ത് നിന്ന് വല്ല സംസാരവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരണം. ആരെയെങ്കിലും ശാരീരികമായി ഞാൻ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ അടുത്ത് നിന്ന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് പുറത്തു തരണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചു. മരണപ്പെടുന്നതിന്റെ 4 ദിവസം മുൻപ്
ഇശാ ജമാഅത്തിന് സ്വഹാബത്ത് പ്രവാചകനെ കാത്തു നിൽക്കുകയാണ്. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആളുകൾ പള്ളിയിൽ നമസ്കരിച്ചോ? പള്ളിയോട് ചാരിയാണ് പ്രവാചകന്റെ വീട്. ആളുകൾ നമസ്കരിച്ചോ? അവിടത്തോട് പറയുന്നുണ്ട്, പ്രവാചകരെ അവർ നമസ്കരിക്കുന്നില്ല, അവർ നമസ്കരിച്ചിട്ടില്ല, അവർ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകൻ ഒന്ന് കുളിച്ചു. പ്രവാചകൻ ബോധരഹിതനായി. ഒന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി 3 പ്രാവശ്യത്തോളം പ്രവാചകന്റെ തലയിലൂടെ വെള്ളമൊഴിച്ചു. പക്ഷെ ആ 3 പ്രാവശ്യവും പ്രവാചകൻ ബോധരഹിതനായി. പ്രവാചകന് പള്ളിയിലേക്ക് പോകാൻ കഴിയാതിരിക്കുകയാണ് ചെയ്തത്. ആ സമയങ്ങളിലെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. മരണപ്പെടുന്നതിന്റെ ഒരു ദിവസം മുൻപ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തുണ്ടായിരുന്ന 7 ദിനാർ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വതക്ക നൽകി. പ്രവാചകന്റെ വിളക്ക് കത്തിക്കുവാനുള്ള എണ്ണ വീട്ടിലില്ലായിരുന്നു. ആ എണ്ണയ്ക്ക് വേണ്ടി അയൽപ്പക്കത്തേക്ക് ഒരാളെ പറഞ്ഞയക്കുകയും ആ എണ്ണ കൊണ്ടുവന്ന് വീട്ടിലെ വിളക്ക് കത്തിച്ചു. പ്രവാചകന്റെ അടുത്തുണ്ടായിരുന്ന അങ്കി ഒരു ജൂതന്റെ അടുക്കൽ 30 സ്വാ ഗോതമ്പ് അദ്ദേഹത്തിന് നൽകി. പ്രവാചകൻ ഇങ്ങോട്ട് വാങ്ങി. പ്രവാചകന്റെ അങ്കി ആ ജൂതന് അള്ളാഹുവിന്റെ ഹബീബ് നൽകി. മരണപ്പെടുന്ന ദിവസം തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ച ദിവസം രാവിലെ പ്രവാചകൻ അദ്ദേഹം കിടക്കുന്ന റൂമിൽ നിന്ന് ആ വിരിയൊന്ന് മാറ്റി. ചുമരായ പ്രവാചകന്റെ വീടിന്റെ ചുമരായ ആ വിരിയൊന്ന് മാറ്റി. ആ വിരി മാറ്റി സ്വഹാബത്തിനോടൊന്ന് പുഞ്ചിരിച്ചു. അവർ വളരെ പ്രതീക്ഷയോടുകൂടി പ്രവാചകൻ എത്തും എന്ന വലിയ സന്തോഷം അവർക്കുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. തന്റെ ചുറ്റും മക്കളും ഭാര്യമാരും ഒക്കെ കൂടി നിൽക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് എന്തോ സംസാരിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യം കരഞ്ഞു, പിന്നീട് ചിരിച്ചു. പ്രവാചകന്റെ മരണശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, മോളെ, എന്താണ് നിന്നോട് ഹബീബ് പറഞ്ഞത്? എന്നോട് അന്ന് ഉപ്പ പറഞ്ഞത്, ഞാൻ കരയാനുണ്ടായ കാരണം ഉപ്പ മരണത്തെക്കുറിച്ചും മരണത്തിന്റെ വേദനയെക്കുറിച്ചുമാണ് പറഞ്ഞത്. ആ സമയത്താണ് ഞാൻ കരഞ്ഞത്. ഞാൻ ചിരിച്ചത് എന്നോട് ഉപ്പ പറഞ്ഞു, നാളെ പരലോകത്ത് നീയായിരിക്കും എന്നെ ആദ്യമായി കാണുക എന്ന്. ഈ കുടുംബത്തിൽ നിന്ന് നിനക്കാണ് എന്നെ ആദ്യമായി കാണാൻ കഴിയുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാസന്ന സമയമായി. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മാറിലേക്ക് പ്രവാചകനെ ഇങ്ങോട്ട് കിടത്തി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഒരു മിസ്വാക്കിന്റെ കോലുമായി കടന്നു വരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ അതിലേക്കൊന്നിങ്ങനെ നോക്കി. പ്രവാചകന് പല്ല് തേക്കണമെന്ന ആഗ്രഹമുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായി. ആയിഷ റളിയല്ലാഹു അൻഹ പരുപരുത്ത ആ മിസ്വാക്കിന്റെ കോല് ഒന്ന് വായയിലിട്ട് ഒന്ന് ചതച്ച് മിനുസപ്പെടുത്തി അള്ളാഹുവിന്റെ പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുത്തു. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. പ്രവാചകന്റെ വിട പറയൽ എന്നത് മദീനയെ ആകെ ഇരുട്ടാക്കിയ, മദീന അന്ധകാര നിബിഡമായ ഒരു സന്ദർഭമാണ് ഹബീബിന്റെ വേർപാട് എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് ചില ആളുകൾ പറഞ്ഞു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് ആരാണോ പറയുന്നത് അവനെ ഞാൻ കൊലപ്പെടുത്തുമെന്ന് ഒരുതരം വല്ലാത്ത അവസ്ഥയിൽ, സങ്കടത്തിന്റെ പ്രയാസത്തിന്റെ വല്ലാത്ത അവസ്ഥയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെ നിന്നോ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുതിരയുടെ പുറത്തു നിന്ന് അദ്ദേഹം ഇറങ്ങി നേരെ പള്ളിക്ക് അകത്തേക്ക് കയറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിയിലേക്ക് കയറി ഹബീബിനെ പുതച്ചിരുന്ന ആ മുഖത്തിലെ ആ പുതപ്പൊന്നു മാറ്റി അള്ളാഹുവിന്റെ പ്രവാചകനെ ഒന്ന് ചുംബിച്ചു. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ,
ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫ ഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈ ഫലൻ യദുറല്ലാഹു ശൈഅൻ വസയജ്സിയല്ലാഹു ശാകിരീൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മറ്റുള്ള പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ ആ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങളൊക്കെ ഈ ദീനിൽ നിന്ന് പിന്മാറുകയാണോ? അങ്ങനെ ആരാണോ പിന്മാറുന്നത്, അങ്ങനെ പിന്മാറിയെന്ന് വിചാരിച്ചാൽ അള്ളാഹുവിനൊന്നും സംഭവിക്കുകയില്ല. നന്ദി കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുമെന്ന ആയത്തോതിയപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണം ഞാൻ ഉറപ്പിക്കുന്നത് എന്ന്. അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ എന്റെ കാലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്റെ കാലൊക്കെ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ താഴ്ന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഭൂമിയിലേക്ക് ഞാൻ ഇങ്ങനെ വീഴുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷമുള്ള സഹാബത്തിന്റെ അവസ്ഥയും അതിസങ്കടകരമായിരുന്നു. അതിന്റെ കാരണം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ അവർ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്നത് അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവർ അവരുടെ ജീവിതം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു, പച്ചയായി സ്നേഹിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഉഹുദ് യുദ്ധം കഴിഞ്ഞ് സഹാബത്ത് മടങ്ങി വരികയാണ്. ആ സമയത്ത് ബനൂ ദീനാർ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാവ്, അവരുടെ സഹോദരൻ, അവരുടെ ഭർത്താവ്, ഇവർ 3 പേരും ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ യുദ്ധം കഴിഞ്ഞ് പ്രവാചകരും സഹാബത്തും തിരിച്ചു വരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സ്ത്രീയോട് സഹാബിമാർ പറഞ്ഞു, താങ്കളുടെ ഭർത്താവും നിങ്ങളുടെ സഹോദരനും നിങ്ങളുടെ പിതാവും മരണപ്പെട്ടിട്ടുണ്ട്. അവൾ ചോദിക്കുകയാണ്, തന്റെ ഭർത്താവ് മരണപ്പെട്ടു, തന്റെ പിതാവ് മരണപ്പെട്ടു, തന്റെ സഹോദരൻ മരണപ്പെട്ടു എന്ന് കേൾക്കുന്ന ആ സ്ത്രീ സഹാബിമാരോട് ചോദിക്കുന്നത്, ഫമാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെ? അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അറൂനീഹി ഹത്താ അൻദുറ ഇലൈഹി, എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അല്ലാഹുവിന്റെ പ്രവാചകരെ അവർ കണ്ടു. ആ കണ്ട സമയത്ത് അവർ പറയുന്നത്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, എന്റെ ഈ പ്രവാചകനുണ്ടല്ലോ, ഈ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ എങ്കിൽ ബാക്കിയുള്ള എല്ലാ പ്രതിസന്ധികളും എന്റെ ജീവിതത്തിൽ ചെറുതാണ് എന്ന് സ്വന്തം സഹോദരനും സ്വന്തം ഭർത്താവും സ്വന്തം പിതാവും മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് പോലും ഒരു ഭാര്യ, ഒരു മകൾ, ഒരു സഹോദരി സഹാബിമാരോട് പറയുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അതിന് സാധിച്ചത്? അവർ പ്രവാചകന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചു എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണോ മതമായി പഠിപ്പിച്ചത് അതവർ ജീവിതത്തിന്റെ ഭാഗമാക്കി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാൾക്കും വിശ്വാസിയാകാൻ കഴിയുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഒരാൾക്കും വിശ്വാസിയാകാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് വിശ്വാസിയാകണമെങ്കിൽ നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, നിങ്ങളുടെ പിതാവിനേക്കാൾ, ലോകത്തുള്ള ഏതൊന്നിനേക്കാളും ഇഷ്ടം നിങ്ങൾക്ക് എന്നോടുണ്ടാകണം, എങ്കിലേ നിങ്ങൾക്ക് വിശ്വാസിയാകാൻ കഴിയുകയുള്ളൂ എന്ന കൽപ്പന അവർ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ്, ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഉഹുദ് യുദ്ധത്തിൽ അശ്ശഹീദുൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയുണ്ട്. എന്താണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയുടെ പ്രത്യേകത? അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. ഒരു വലിയ കുടുംബത്തിന്റെ, വലിയ ഒരു തറവാടിന്റെ 100 കണക്കിന് ആളുകളുള്ള വലിയ ഒരു കുടുംബത്തിലെ നേതാവായിരുന്നു അദ്ദേഹം. വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം. അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. എല്ലാവരും അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹത്തിന്റെ
അധികാരം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ മാതാവ് സ്വഅബ അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ചു. ഉമ്മയായതുകൊണ്ട് തിരിച്ചൊന്നും ചെയ്തില്ല. ആ മർദ്ദനങ്ങൾക്കെല്ലാം അദ്ദേഹം വിധേയനാവുകയാണ്. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം പ്രവാചകനെ സംരക്ഷിക്കുകയാണ്. പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് വരുന്ന അമ്പുകളെ സ്വന്തം ഹൃദയത്തിൽ അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൈകളുടെ വിരലുകളുടെ അറ്റമെല്ലാം മുറിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 70ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ സറഹു അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർളി. ഭൂമിക്ക് മുകളിലൂടെ നടക്കുന്ന ഒരു ഷഹീദിനെ നിങ്ങൾക്ക് കാണണോ? മരണപ്പെട്ട ഷഹീദല്ല, ഭൂമിക്ക് മുകളിലൂടെ നടക്കുന്ന ഒരു രക്തസാക്ഷിയെ, ഒരു ഷഹീദിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫൽയൻദുർ ഇലാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ, നിങ്ങൾ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതം കൊണ്ടവർ സ്നേഹിച്ചു എന്നതാണ്. ജീവിതം കൊണ്ടവർ അംഗീകരിച്ചു, ജീവിതം കൊണ്ടവർ സ്നേഹിച്ചു, പച്ചയായ ജീവിതം കൊണ്ട് അവർ അത് കാണിച്ചു കൊടുത്തു. ഖുബൈബ് ഇബ്നു അദി അദ്ദേഹത്തെ എന്താണ് ചെയ്തത്? അദ്ദേഹത്തെ ഈന്തപ്പനയിൽ വലിയ ആണികൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ കുരിശിലേറ്റുന്നത് പോലെ അദ്ദേഹത്തെ വലിയ ഈന്തപ്പനയിൽ ആണികൾ അടിച്ച് അദ്ദേഹത്തെ നിർത്തുകയാണ്. ഒരുപാട് മർദ്ദിച്ചു. അവസാനം അവർ ചോദിക്കുന്നുണ്ട്, നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. അവർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, അയുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക വ അൻത ഫീ ബൈതി. അതിന് മറുപടി തന്നാൽ മതി, വേറൊന്നും പറയണ്ട. ഈ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി തന്നാൽ മതി. അയുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക, നീ ഈ നിൽക്കുന്ന സ്ഥാനത്ത് നിന്റെ മുഹമ്മദാണെന്ന് വിചാരിക്കുക. വ അൻത ഫീ ബൈതി, നീ ഇപ്പോൾ വീട്ടിലാണ് എന്നും വിചാരിക്കുക. എന്തായിരിക്കും നിന്റെ മറുപടി? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യ സന്താനങ്ങളുടെ കൂടെ ജീവിതം നയിച്ച് എന്റെ വീട്ടിലിരിക്കുകയും എന്റെ പ്രവാചകൻ ഒരു മുള്ള് തറക്കുകയും ചെയ്താൽ പോലും എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ആ പറഞ്ഞപ്പോഴാണ് ശത്രുക്കൾ പറഞ്ഞത്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. ഒരു വിഭാഗത്തെയും, ഒരു ജനതയെയും, ഒരു ജനപദത്തെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ അനുയായികൾ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കൾ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ടവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയാണ്. ഈ സ്നേഹിച്ച സ്വഹാബിമാർ, അല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിച്ച 23 വർഷം, പ്രവാചകനായി ജീവിച്ച 23 വർഷം, 40ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത്. 63 വർഷവും 63 വയസ്സും 4 ദിവസവുമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ 23 വർഷത്തിൽ ഒരു ദിവസം പോലും, ഒരു വർഷം പോലും, ഒരു മണിക്കൂർ പോലും, ഒരു മിനിറ്റ് പോലും പ്രവാചകന്റെ ജന്മദിനത്തിന്റെ പേരിൽ മതപരമായ ഒരു ആഘോഷം അവർ ആഘോഷിച്ചിട്ടില്ല. കാരണം ഹബീബ് അത് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു ആഘോഷം, ഒരു സുദിനം, ഒരു സന്തോഷം ഞങ്ങൾക്ക് വേണ്ട എന്ന് ജീവിതം കൊണ്ട് പ്രവാചകരെ സ്നേഹിച്ച അവർ പ്രവാചകന്റെ കൽപ്പനയെ പിന്തുടർന്നത് കാരണത്താൽ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ്. 23 വർഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിക്കുന്ന സമയത്ത് ഈസ നബി അലൈഹിസ്സലാമയുടെ ജന്മദിനമായ ക്രിസ്തുമസ് ആ നാട്ടിൽ ആഘോഷിച്ചിരുന്നു. മുസ്ലിം സമുദായം അത് കണ്ടിരുന്നു. ആ ഈസാ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ പൂർവിക പ്രവാചകനാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ എന്റെ ജന്മദിനവും ആഘോഷിക്കുക എന്ന കൽപ്പനയല്ല നൽകിയത്. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസ്വാറാ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ നസ്വാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. കാരണം ഞാൻ അല്ലാഹുവിന്റെ അടിമ
ഫാത്തിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന കൽപ്പനയാണ് അവർക്ക് നൽകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണത്തിന് ശേഷം 29.5 വർഷം ഖുലഫാ ഉർ റാഷിദീങ്ങൾ ഭരണം നടത്തി. ആരാണ് ആദ്യത്തെ ഖലീഫ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? വിശുദ്ധ ഖുർആനിൽ സ്വാഹിബ്, പ്രവാചകന്റെ കൂട്ടുകാരൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് പ്രവാചകന് സംരക്ഷണം നൽകിയ പ്രവാചകന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹം ചെയ്തത്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായ, പ്രവാചകന്റെ കൂട്ടുകാരനായ, പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷവും 3 മാസവും ഇസ്ലാമിക ഭരണം ഏറ്റെടുത്ത് ഭരണം നടത്തി. ആ 2 വർഷത്തിൽ ഒരു റബീഉൽ അവ്വലിന്റെ ആഘോഷം പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടില്ല. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നീ ശക്തി നൽകണേ എന്ന് അബൂജഹലിനെയും ഉമറിനെയും നോക്കി അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകന് ധൈര്യം നൽകിയ, പ്രവാചകന് അഭിമാനം നൽകിയ, പ്രവാചകന് സ്ഥൈര്യം നൽകിയ, പ്രവാചകന്റെ എല്ലാം ആയി തീർന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷമാണ് ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തത്. 10 വർഷം. ആ 10 വർഷത്തിൽ ഒരൊറ്റ പ്രാവശ്യം റബീഉൽ അവ്വലിന്റെ 12ന്റെ അല്ലെങ്കിൽ ആ മാസത്തിൽ 1 മണിക്കൂറിൽ 1 മിനിറ്റിൽ പോലും പ്രത്യേകമായ ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടില്ല. ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ദുന്നൂറൈൻ, 2 പ്രകാശങ്ങളുടെ ഉടമ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ 2 മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു ദുന്നൂറൈൻ, 2 പ്രകാശത്തിനുടമ എന്ന് സൂചിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തു. അവിടുന്ന് നബിദിനം ആഘോഷിച്ചിട്ടില്ല. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ മകളായ, പ്രവാചകനെ സ്വർഗ്ഗത്തിൽ വെച്ച് ആദ്യമായി കാണാൻ അവസരമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞ ഖിത്അത്തു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമെന്ന് പ്രവാചകൻ പറഞ്ഞ ആ അലി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അവിടുത്തെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തു. അവിടുന്ന് റബീഉൽ അവ്വൽ ആഘോഷിച്ചിട്ടില്ല. എവിടെയും കാണാൻ കഴിയില്ല, ഒരു രേഖ പോലുമില്ല. ബാത്റൂമിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? രേഖയുണ്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? രേഖയുണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? രേഖയുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? രേഖയുണ്ട്. പുതുവസ്ത്രം അണിയുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? രേഖയുണ്ട്. സുന്നത്തായ ഓരോ കാര്യങ്ങളെ കുറിച്ചും, ഓരോ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും രേഖയുള്ള വിശുദ്ധ ഇസ്ലാമിൽ വലിയ ആഘോഷമായി നടത്തുന്ന നബിദിനാഘോഷത്തിന് തെളിവില്ല. അതുകൊണ്ട് അത് ഇസ്ലാമികമല്ല. വളരെ സ്നേഹത്തോടെ സൂചിപ്പിക്കുകയാണ്, അത് മതപരമല്ല. ലൈസ ശൈഉൻ യുഖദ്ദിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി വലൈസ ശൈഉൻ യുഖദ്ദിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതായ മുഴുവൻ നന്മകളും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതായ മുഴുവൻ കാര്യങ്ങളെയും ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് മതത്തിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. ഒന്നും മതത്തിൽ കൂട്ടിച്ചേർക്കാനില്ല. പ്രതിഫലമുണ്ട്, നല്ലതല്ലേ, ചെയ്തുകൂടെ, പ്രവാചകന്റെ മദ്ഹല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, എത്രമാത്രം അപകടകരമാണ് അതിലൊക്കെ എന്ന് നമുക്കറിയുമോ? എത്രമാത്രം അപകടകരമായ വരികളാണ്. ഇസ്ലാമികമല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രവാചകന്റെ പേരിൽ പറയുന്ന മദ്ഹുകളിൽ അതീവ അപകടമുണ്ട്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ
ഖമറൻ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദ. അങ്ങനെയാണ് മങ്കൂസ് മൗലിദ് തുടങ്ങുന്നത്. ഭൂമിയെ സൃഷ്ടിക്കുന്നതിന്റെ മുൻപ്, ഈ ലോകത്തെല്ലാം സൃഷ്ടിക്കുന്നതിന്റെ മുൻപ് മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആദ്യം ഒരു തെറ്റായ കാര്യം സ്ഥാപിക്കുകയാണ്. പിന്നെ പറയുന്നതോ അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തായപ്പോൾ മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ വസീലയാക്കിയാണ് പ്രാർത്ഥിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ആ പ്രളയമുണ്ടായ സമയത്ത് നൂഹ് നബിയും ഈ മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ മധ്യവർത്തിയാക്കിയാണ് പ്രാർത്ഥിച്ചത്. വകാന ഫി സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസ്വാറ ലഹ്ബുഹാ മുഹമ്മദ. ഇബ്രാഹിം നബിയെ നമ്രൂദ് രാജാവ് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഈ പ്രവാചകന്റെ പ്രകാശമുണ്ടായിരുന്നു. ഈ മൂന്ന് കാര്യവും ഗദ്യരൂപത്തിൽ പറയുന്ന ഈ മൂന്ന് കാര്യവും വിശുദ്ധ ഖുർആനിനെതിരാണ്. ആദം നബി ആരോടാ പ്രാർത്ഥിച്ചത്? ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളോട് നീ പൊറുത്തു തരണം റബ്ബേ, അല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരാകും റബ്ബേ. റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ 7 or 8 സ്ഥലങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് സൂചിപ്പിക്കുന്നുണ്ട്. ആരോടാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആരോടാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഹേ തീയേ, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമാവുക. വിശുദ്ധ ഖുർആനിലെ വളരെ ഖണ്ഡിതമായ ആശയങ്ങൾക്കും അർത്ഥങ്ങൾക്കും എതിരായ കാര്യങ്ങൾ മൗലീദ് കിതാബുകളിൽ പഠിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലെ ആളുകൾ പഠിക്കാത്ത സാധനം എന്താ? ദീന്. ദീന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മുടെ പരിസരങ്ങൾ ഇന്നൊന്നും ആകുന്നില്ല. നമ്മുടെ ആളുകൾ പഠിക്കാത്തത് ദീനാണ്. അല്ലാത്തതൊക്കെ പഠിക്കും. അത് നമുക്ക് ഒന്നുമില്ലല്ലോ. മൊബൈലിന്റെ ടെക്നോളജികൾ ആളുകൾ പഠിക്കുന്നു, വലിയ ഡിഗ്രികൾ എടുക്കുന്നു, PhD എടുക്കുന്നു. ദീനിനെ കുറിച്ചോ 7ാം ക്ലാസ് മദ്രസ കഴിഞ്ഞപ്പോഴുള്ള വിവരമല്ലാതെ ദീനിനെ കുറിച്ച് എന്ത് വിവരമാണ് പാരമ്പര്യം പറയുകയല്ലാതെ നമുക്കുള്ളത്? ഇന്ന് മുസ്ലിം സമുദായം ആലോചിക്കണ്ടേ. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം എന്താണ്? സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം എന്താണ്? പള്ളിയിലേക്ക് കയറുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? ആളുകൾക്ക് ജ്ഞാനം കുറവാണ്. എന്നാലോ പഠിച്ചത് പാരമ്പര്യമായി ജീവിതത്തിലാക്കുന്നു എന്നതാണ്. പദ്യരൂപത്തിലേക്ക് കടന്നാലോ എത്ര അബദ്ധങ്ങളാണ്. أنت منجينا غدا من شفاعتك الصفا ولنا مثلك يا سيدي خير النبي ارتكبت على الخطوى غير حسر وعدد لك أشكو فيه يا سيدي خير النبي استغفر الله. എന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ തെറ്റിന്റെ വാഹനത്തിലാണ് പ്രവാചകരെ കയറിയിട്ടുള്ളത്. ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത തെറ്റ്, എണ്ണാൻ കഴിയാത്ത തെറ്റ്. പ്രവാചകരെ, താങ്കളോട് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുകയാണ്. സയ്യിദി ഖൈറൻ നബി, പ്രവാചകന്മാരുടെ നേതാവ്. ആരോട് ആവലാതി ബോധിപ്പിക്കേണ്ടത്? ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. മകനെ നഷ്ടപ്പെട്ട യഅഖൂബ് നബി ആവലാതി ബോധിപ്പിക്കുന്നത് ആരോടാ? അല്ലാഹുവിനോട്. പ്രിയപ്പെട്ടവരെ, ഈ അബദ്ധങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വന്നു. ഇസ്ലാം എന്നത്, വിശുദ്ധ ഇസ്ലാം എന്നത് വിശുദ്ധ ഖുർആനിലും പ്രവാചകനിലും വളരെ കൃത്യമായി പ്രവാചക ചര്യയിലും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞത് സല്ലു കമാ റഅയ്തുമൂനി ഉസ്വല്ലി. നിങ്ങൾ എങ്ങനെ നിസ്കരിക്കേണ്ടത്? ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. നിങ്ങളുടെ ബാപ്പ മരണപ്പെട്ട് കിടക്കുകയാണ്, നിങ്ങളുടെ ഭാര്യ മരണപ്പെട്ട് കിടക്കുകയാണ്, നിങ്ങളുടെ മക്കൾ മരണപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത സമയം അഖറബുമാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിൽ കിടക്കുന്ന സമയത്താണ്. പക്ഷേ നിങ്ങൾ നമസ്കരിക്കുന്നത് ഏതാ? മയ്യത്ത് നമസ്കാരമാണ്. നല്ലതല്ലേ? അല്ലാഹുവിലേക്ക് അടുക്കുന്നതല്ലേ? സുജൂദല്ലേ? വേണ്ടാത്തതല്ലല്ലോ. ഇല്ല, സുജൂദില്ല, റുകൂഇല്ല, 4 തക്ബീർ. ആരാ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ നിർവഹിക്കുന്നു. കുതിരയുടെ ഇറച്ചി നമുക്ക് ഭക്ഷിക്കാം. ഒരാൾ തീരുമാനിച്ചു, അടുത്ത വർഷം മുതൽ കുതിര നമുക്ക് ഉലൂഹിയത്താക്കാൻ പറ്റൂല. അവിടുന്ന് നിരോധിച്ചിട്ടുണ്ട്.
റവാത്തീബ് നമ്മൾ സുന്നത്തായി നിസ്കരിക്കണേ. ഒരാൾ തീരുമാനിച്ചു റവാത്തീബ് നമുക്കൊരു ജമാഅത്തായി നിസ്കരിച്ചാൽ എന്താ? സുബഹിക്ക് നേരത്തെ പള്ളിയിലെത്തുന്നു, 2 റക്അത്ത് സുന്നത്ത്, ഒരു 4 റക്അത്ത് എന്താ നിസ്കരിച്ചൂടെ? എന്താ പ്രശ്നം? വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പ് കൂടി നോറ്റാൽ പറ്റൂല. ഒന്നുകിൽ വ്യാഴാഴ്ച നോക്കണം, അല്ലെങ്കിൽ ശനിയാഴ്ച കൂടി നോക്കണം. ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅ ഇല്ലാ യൗമൻ ഖബ്ലഹു വ ബഅദഹു. കൽപ്പനയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഉള്ളത് വളരെ കൃത്യമായി ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ദീൻ എന്നത്. ഈ ദീനിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 12 മാസങ്ങളിൽ 4 മാസം പവിത്രമായ മാസമാണ്. നമുക്കറിയാം, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. ആ 4 മാസങ്ങളിൽ റബീഉൽ അവ്വലില്ല. വിശുദ്ധ റമളാനിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നത് ഖുർആനിലുണ്ട്. റമളാനിന്റെ ശ്രേഷ്ഠതയുണ്ട്, അതിൽ റബീഉൽ അവ്വലില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും മതത്തിൽ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റബീഉൽ അവ്വലിന്റെ അന്ന്, അതിന്റെ 12ന്റെ അന്ന്, അല്ലെങ്കിൽ ആ മാസത്തിന്റെ അന്ന് ഒരു കാരക്കച്ചുളയുടെ ഒരു കഷ്ണം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ വിതരണം നടത്തിയിട്ടില്ല. അവിടുത്തെ സ്വഹാബത്ത് ആ കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് മതപരമല്ല, ഇസ്ലാമികമല്ല. നമ്മേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബിമാർ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ലാത്ത ഒന്ന് വിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെരുന്നാൾ നമസ്കാരം എങ്ങനെയാകണം എന്നത് ഇസ്ലാമിൽ നിയമമുണ്ട്. ഇസ്ലാമിൽ നിയമമുണ്ട്. ആദ്യം നമസ്കാരമാണ്, പിന്നെ ഖുതുബയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വഴിയിലൂടെ പള്ളിയിലേക്ക് വന്നു, മറ്റൊരു വഴിയിലൂടെ തിരിച്ചുപോയി. ജുമുഅ കഴിഞ്ഞ് സ്ത്രീകളുടെ ഭാഗത്ത് ചെന്ന് സ്വതക്ക കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഇതിനൊക്കെ രേഖയുണ്ട്. റബീഉൽ അവ്വലിന്റെ രാവിലെ പ്രവാചകൻ എന്ത് ചെയ്തു? റബീഉൽ അവ്വൽ 12-ന് പ്രവാചകൻ എന്ത് ചെയ്തു? പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു? അന്ന് ചൊല്ലേണ്ട പ്രത്യേക പ്രാർത്ഥന എന്ത്? ഒന്നുമില്ല. അങ്ങനൊന്നും ഇസ്ലാമിലില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ദീൻ പറഞ്ഞെടുത്ത് നാം നിന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ശിർക്കും കുഫറും ബിദ്അത്തും വലാലത്തും ഒക്കെ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാതെ ഇസ്ലാമിലേക്ക് പുണ്യമുണ്ട്, മതമുണ്ട്, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലതും കൂട്ടിയാൽ അത് ഒഴിവാക്കേണ്ടതാണ്. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മതത്തിലേക്ക് മതത്തിന്റെ പേരിൽ പുതുതായി ഒരു കാര്യം കൊണ്ടുവന്നാൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയിൽ നാം നിൽക്കുകയും വളരെ മാന്യമായി നമ്മുടെ സഹോദരങ്ങളെ ഒരു ശത്രുതാ മനോഭാവമില്ലാതെ ഇതിന്റെ യാഥാർത്ഥ്യം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ നാം മനസ്സ് കാണിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.